ഇന്നിപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഒരു മുറി തേങ്ങ, ചെറിയ മുറി തേങ്ങയാണ്, അത് ചിരകി അത് വറുത്തെടുക്കണം നെയ്യിൽ. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ വറുത്തെടുക്കണം. അതൊന്നൊരു കളർ ചേഞ്ച് ആയിട്ട് വല്ലാണ്ട് മുരിഞ്ഞിതാവരുത്, ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. ഒരു 4 വെള്ളം ഇട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര പാനി ആക്കി വെച്ചിട്ട് അതും തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തണുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് അതിൻ്റെ കളർ ചേഞ്ച് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരുവിധം കളർ കണ്ട കളർ മാറി വന്നിട്ട് തീ അങ്ങോട്ട് മുരിഞ്ഞ് ചുവന്ന കളറാവൊന്നും വേണ്ട, ഏകദേശമായി വന്നിട്ട്. അപ്പോൾ നമുക്കിതിനി തീ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദയും 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളുപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിച്ചത്, പഞ്ചസാര ചേർത്ത് പൊടിച്ചാണ് കേട്ടോ. 1 സ്പൂണ് ജീരകം, പിന്നെ എള്ള്. ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്തതിട്ട് കൊടുക്കാം. അപ്പം അധികം നേരം ഞാൻ അത് വെക്കുന്നില്ല, 1 മണിക്കൂർ വെക്കുന്നുള്ളൂ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനം ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നാളികേരം ഇട്ടതിന് ശേഷം നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ ചിലപ്പോൾ വെള്ളം, അതൊരു 1.5 ഗ്ലാസ് ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ വെള്ളം ആവശ്യം വരും, അപ്പോൾ നമുക്ക് വെള്ളം ചേർത്തത് കലക്കിയെടുക്കാം. വിസ്ക് ഉപയോഗിച്ചൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കരണ്ടി ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അത് അരിച്ചെടുക്കാം നമുക്ക് ശർക്കരപ്പാനി. അത് എനിക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം ഇളക്കി നന്നായി വിസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കട്ടുടച്ച് നല്ല പാകത്തിനാക്കിയെടുക്കുക. ഇതിപ്പോൾ ഈ റവിയുള്ള കാരണം കുറച്ച് കട്ടിയായിട്ട് വരും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കണമെങ്കിൽ ആ സമയത്ത് ചേർക്കാം. ഇത് അത്ര അത്യാവശ്യം വരില്ല എന്ന് തോന്നുന്നു, അത് വെള്ളം ഉണ്ട് ഇതിൽ. ഈ റവ ഒന്നും കൂടി കുതിരുമ്പോൾ കട്ടി വരും. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1 മണിക്കൂറോളം വേണമെങ്കിൽ വെക്കാം. ഇൻസ്റ്റൻ്റായിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ 1 മണിക്കൂർ വെക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനൊരു നുള്ള് ബേക്കിംഗ് സോഡ ഒന്നും കൂടി വീർക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് തന്നെ ഇടുന്നുള്ളൂ കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കണം, അതുകൊണ്ട് ഇപ്പം ഇട്ട് കൊടുക്കണ്ട, ആ സമയത്ത് ഇട്ടാൽ. അപ്പോൾ മധുരമൊക്കെ പാകമാണ്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാനൊരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ടു. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ചട്ടി വെച്ച് എണ്ണ ചൂടായി വന്നപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിടാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.